നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. എല്ലാ ജില്ലകളിലും ഇന്ന് മഴ മുന്നറിയിപ്പുണ്ട്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടുണ്ട്. മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. കേരള തീരത്ത് 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശിയേക്കും. മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുകയാണ്. കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ട്. മഹാരാഷ്ട്ര, കേരള തീരത്തോട് ചേർന്ന് ന്യൂനമർദ്ദപാത്തി നിലനിൽക്കുന്നുണ്ട്. കേരളത്തിന്റെ അന്തരീക്ഷത്തിൽ പടിഞ്ഞാറൻ, വടക്കു പടിഞ്ഞാറൻ കാറ്റ് ശക്തമാണ്. ഇതിന്റെ സ്വാധീന ഫലമായാണ് മഴ തുടരുന്നത്. തുടർച്ചയായി മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ ജാഗ്രത വേണം. മഴ തുടരുന്നതിനാൽ പത്തനംതിട്ട, കോട്ടയം, എറണാകുളം ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. ശക്തമായ കാറ്റിലും മഴയിലും എരുമപ്പെട്ടി കോട്ടപ്പുറത്ത് വീട് തകർന്നു വീണു. കണ്ണമ്പാറ മേലേതിൽ 64 വയസ്സുള്ള പരമേശ്വരന്റെ ഓടുമേഞ്ഞ വീടാണ് ഇന്ന് പുലർച്ചെ 4 മണിയോടെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും തകർന്നു വീണത്. പഞ്ചായത്തിന്റെ അതിദാരിദ്ര്യ പട്ടികയിലുള്ള വ്യക്തിയാണ് പരമേശ്വരൻ. തനിച്ചാണ് വീട്ടിൽ താമസിക്കുന്നത്. വീട്ടിലുണ്ടായിരുന്ന പരമേശ്വരൻ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പഞ്ചായത്ത് പ്രസിഡന്റ് S. ബസന്തലാൽ, വാർഡ് മെമ്പർ റിജി ജോർജ് എന്നിവരും വില്ലേജ് ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. ശക്തമായ കാറ്റിലും മഴയിലും വരവൂർ കുമരപ്പനാലിൽ വൻ തേക്കുമരം കടപുഴകി വീണ് വീട് തകർന്നു. കുമരക്കുന്ന് പ്രദേശത്ത് പട്ടത്തുവളപ്പിൽ മണി എന്ന് വിളിക്കുന്ന ശ്യാമോഹന്റെ വീടിന് മുകളിലേക്കാണ് പുലർച്ചെ 3 മണിയോടെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും മരം വീണത്. വീട്ടുപറമ്പിൽ നിന്നിരുന്ന വൻ തേക്കുമരം കടപുഴകി വീഴുകയായിരുന്നു. വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു. വീട്ടിനുള്ളിൽ ശ്യാമോഹനും അച്ഛൻ ഭാസ്കരനും ഭാര്യ ദിവ്യയും 3 മക്കളുമുണ്ടായിരുന്നു. ശബ്ദം കേട്ട് പുറത്തേക്ക് ഓടിയിറങ്ങിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇവർ ബന്ധുവീട്ടിലേക്ക് താമസം മാറിയിട്ടുണ്ട്. പുലർച്ചെ 4 മണിക്ക് ഞാനും കുട്ടികളും വൈഫും കിടന്നുറങ്ങുമ്പോൾ കാറ്റ് വീശി വമ്പം തേക്ക് വീടിൻ്റെ മുകളിൽ വീണ്. വീട് 2 മാസം മുന്നേ ഫുൾ പണി തീർന്ന വീടാണ്. വീട് മൊത്തത്തിൽ പൊളിഞ്ഞു. അപ്പോൾ അതിന് എനിക്ക് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യണം. പൊന്നിയൂർകുളത്ത് വീട്ടിൽ നിർത്തിയിട്ടിരുന്ന ഇരുചക്ര വാഹനങ്ങൾ കത്തിച്ചു. ആൽത്തറ, കുണ്ടനി, തണ്ടേങ്കാട്ടിൽ അശോകന്റെ മകൻ അഭിലാഷിന്റെ വീട്ടിലെ ഇരുചക്ര വാഹനങ്ങളാണ് ശനിയാഴ്ച പുലർച്ചെ 1:30 കത്തിച്ചത്. വീടിന്റെ ഷെഡിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറും ബുള്ളറ്റുമാണ് അഗ്നിക്കിരയാക്കിയത്. സ്കൂട്ടർ പൂർണ്ണമായും കത്തിനശിച്ചു. വീട്ടുകാരും അയൽവാസികളും ചേർന്നാണ് തീയണച്ചത്. വടക്കേക്കാട് പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ അഭിലാഷിന്റെ അയൽവാസി ശിവദാസനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കുന്നംകുളം ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ നൽകി CCTV. സ്കൂളിലെ NSS വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് വിശാലമായ ലൈബ്രറി സജ്ജീകരിക്കുന്നത്. വായനയെ പ്രോത്സാഹിപ്പിക്കാനും കുട്ടികളിൽ വായനാശീലം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയുമാണ് സ്കൂൾ ലൈബ്രറി ഒരുക്കുന്നത്. ഇതിനായി വിവിധയിടങ്ങളിൽ നിന്ന് പുസ്തകങ്ങൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായാണ് NSS വിദ്യാർത്ഥികൾ CCTVയിലെത്തിയത്. സ്ഥാപനത്തിലെ ലൈബ്രറിയിൽ നിന്ന് 100ഓളം പുസ്തകങ്ങളാണ് വിദ്യാർത്ഥികൾക്ക് നൽകിയത്. CCTV മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ പുസ്തകങ്ങൾ കൈമാറി. ചടങ്ങിൽ മാനേജർ സിൻഡോ ജോസ്, ജീവനക്കാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കാർഗിൽ യുദ്ധസ്മരണകൾക്ക് 26 വയസ്സ്. ഇന്ത്യൻ മണ്ണിൽ നുഴഞ്ഞുകയറി രാജ്യത്തിന്റെ അഭിമാനത്തിന് വിലയിട്ട പാക് സൈന്യത്തെ ശക്തമായി പ്രതിരോധിച്ച് ഇന്ത്യൻ സൈന്യം വിജയം നേടിയ സുദിനം. ഇന്ന് കാർഗിൽ വിജയ് ദിവസ്. 1999 ജൂലൈ 26 ജമ്മു കാശ്മീരിലെ കാർഗിൽ മേഖലയിൽ പാകിസ്ഥാന്റെ അതിക്രമത്തിനെതിരെ ഇന്ത്യൻ സേന നടത്തിയ ഓപ്പറേഷൻ വിജയ് വിജയകരമായി സമാപിച്ച ദിനമാണ് കാർഗിൽ വിജയ് ദിവസായി ആചരിക്കുന്നത്. വളരെ മുന്നൊരുക്കത്തോടെ നടത്തിയ പാകിസ്ഥാൻ പട്ടാളത്തിന്റെ അതീവ രഹസ്യമായ ഓപ്പറേഷൻ ബദറിന് മറുപടിയായി ഇന്ത്യയുടെ ഓപ്പറേഷൻ വിജയ് ആഞ്ഞടിച്ചപ്പോൾ പാകിസ്ഥാന് നാണം കെട്ട തോൽവിയുമായി മടങ്ങേണ്ടി വരികയായിരുന്നു. ശ്രീനഗർ, കാർഗിൽ, ലേ ഹൈവേ ഉൾപ്പെടെ നിർണായക പ്രദേശങ്ങൾ അധീനതയിലാക്കുകയായിരുന്നു പാകിസ്ഥാന്റെ ലക്ഷ്യം. പാകിസ്ഥാൻ പട്ടാളം അതിർത്തിക്കപ്പുറത്ത് ശക്തമായി നിലയുറപ്പിച്ച ശേഷമാണ് ഇന്ത്യക്ക് വിവരം ലഭിക്കുന്നത്. എന്നാൽ ഓപ്പറേഷൻ വിജയ് എന്ന പേരിൽ നഷ്ടപ്പെട്ട പ്രദേശങ്ങൾ വീണ്ടെടുക്കാനുള്ള ഇന്ത്യയുടെ പ്രത്യാക്രമണം ഏകദേശം 50 ദിവസം നീണ്ടുനിന്നു. ഒടുവിൽ ശക്തമായ ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്തറിഞ്ഞ പാകിസ്ഥാൻ കൈവശപ്പെടുത്തിയ പ്രദേശങ്ങളും അതിൽ കൂടുതലും വിട്ട് പിന്മാറുകയായിരുന്നു. 26,000 അടി ഉയരത്തിൽ ഭയമില്ലാതെ മുന്നേറിയ ധീര സൈനികരുടെ രക്തസാക്ഷിത്വമാണ് കാർഗിൽ വിജയത്തിന്റെ പിന്നിൽ. ക്യാപ്റ്റൻ വിജയ് അന്തോണി, ക്യാപ്റ്റൻ വിക്രം ബത്ര, ഗ്രനേഡിയൻ യോഗേന്ദ്ര സിംഗ് യാദവ്, റൈഫിൾമാൻ സഞ്ജയ് കുമാർ തുടങ്ങി അനേകം പേരുടെ ധീരത ഇന്നും നമ്മൾ മനസ്സിലോർക്കുന്നു. കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യക്ക് നഷ്ടപ്പെട്ടത് 527 ധീര ജവാന്മാരെയാണ്. കാർഗിലിൽ ഇന്ത്യ കുറിച്ചത്
വെറുമൊരു യുദ്ധത്തിൻ്റെ വിജയമല്ല, ആത്മാഭിമാനത്തിൻ്റെ വിജയമായിരുന്നു. 527 ധീര ജവാന്മാർക്ക് പ്രണാമങ്ങൾ അർപ്പിച്ച് ജൂലൈ 26 എല്ലാ വർഷവും രാജ്യം ആ ഓർമ്മ പുതുക്കുന്നു. ഗുരുവായൂർ LF കോളേജ് എക്കണോമിക്സ് വിഭാഗത്തിന്റെ അസോസിയേഷൻ ഉദ്ഘാടനവും തൊഴിൽ നൈപുണ്യ വികസന ശില്പശാലയും സംഘടിപ്പിച്ചു. കോളേജ് സെമിനാർ ഹാളിൽ ചിറ്റിലപ്പള്ളി IAS എഞ്ചിനീയറിംഗ് കോളേജ് TPO പ്രഭാവതി പ്രഭാകരൻ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ ജെ ബിൻസി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BA എക്കണോമിക്സ് റാങ്ക് ജേതാക്കളായ VJ ജസ്ലിൻ, PR ആര്യ എന്നിവരെ ആദരിച്ചു. സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് റേഞ്ചർ സ്ഥാനത്തിൽ രാജ്യപുരസ്കാരം ലഭിച്ച വിനയയെ പെരുമ്പിലാവ്, പുത്തംകുളം, അഞ്ചമ്പലം ദേവസ്ഥാനം ഉത്സവാഘോഷ കമ്മിറ്റി ആദരിച്ചു. തിരുവനന്തപുരം കേരള ഭവനിൽ വെച്ച് ഗവർണർ രാജേന്ദ്ര അർലേക്കറാണ് വിനയയ്ക്ക് പുരസ്കാരം നൽകിയത്. പെരുമ്പിലാവ് ആലിൻതൈ മുതിരംപറമ്പത്ത് ഷിജിയുടെ മകളായ വിനയ തൃശൂർ കുട്ടനെല്ലൂർ C. അച്യുതമേനോൻ ഗവൺമെന്റ് കോളേജിൽ BSc മാത്സ് വിദ്യാർത്ഥിയാണ്. അഞ്ചമ്പലത്തിൽ നടന്ന ആദരചടങ്ങ് വിമുക്ത ഭടനായ അച്യുതൻ ഉദ്ഘാടനം ചെയ്തു. ഫുട്ബോൾ കോച്ച് KK കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. ബാലൻ പത്തായപ്പുരയ്ക്കൽ വിനയയെ പൊന്നാടയണിയിച്ച് ഉപഹാരം നൽകി ആദരിച്ചു. തുടർന്ന് വിവിധ പൂരാഘോഷ കമ്മിറ്റികളും ക്ഷേത്ര മാതൃസമിതിയും വിനയയെ ആദരിച്ചു. ഉത്സവാഘോഷ കമ്മിറ്റി അംഗങ്ങൾ, മാതൃസമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിൽ കമ്മ്യൂണിറ്റി സമ്മേളനം സംഘടിപ്പിച്ചു. അൻസാർ സ്കൂൾ വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ നജീബ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. വാല്യൂ എഡ്യൂക്കേഷൻ ഡയറക്ടർ EM മുഹമ്മദ് അമീൻ മുഖ്യപ്രഭാഷണം നടത്തി. വൈസ് പ്രിൻസിപ്പൽ ഷൈനി ഹംസ വിദ്യാലയത്തിന്റെ പുരോഗതിയെക്കുറിച്ചും ഭാവി വികസനത്തെക്കുറിച്ചും വിശദീകരിച്ചു. പ്രേംരാജ് ചൂണ്ടലാത്ത്, മോഹൻ പെരുമ്പിലാവ്, മുഹമ്മദ് മാനം കണ്ടത്ത്, അമീൻ കൊരട്ടിക്കര, CK സുലൈമാൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗാന്ധി ദർശൻ വേദി കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചിറ്റന്നൂർ ഇമ്മാനുവൽ LP സ്കൂളിൽ ഗാന്ധിജിയെ അറിയാൻ എന്ന വിഷയത്തിൽ പ്രഭാഷണം സംഘടിപ്പിച്ചു. ഗാന്ധിജിയുടെ ജീവചരിത്രം ഉൾക്കൊള്ളുന്ന മികച്ച പുസ്തകങ്ങളും കുട്ടികൾക്കായി വിതരണം ചെയ്തു. ഗാന്ധി ദർശൻ വേദി ഗുരുവായൂർ നിയോജക മണ്ഡലം ചെയർമാൻ ശശിധരൻ വൈലത്തൂർ മുഖ്യ പ്രഭാഷണം നടത്തി. തൃശൂർ ജില്ലാ സെക്രട്ടറി അഖിൽ S. നായർ, ജില്ലാ വനിതാവേദി വൈസ് ചെയർപേഴ്സൺ ശൈലജ വിശ്വനാഥൻ, വനിതാവേദി കൺവീനർ ബിന്ദു ജോ എന്നിവർ പങ്കെടുത്തു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് സോണി സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ജിജി നന്ദിയും പറഞ്ഞു. തിരുനാമാചാര്യന്റെ 107ാം ജയന്തിയോടനുബന്ധിച്ച് ഗുരുവായൂർ നാരായണാലയത്തിൽ കോടിയർച്ചന മഹായജ്ഞത്തിന് തുടക്കമായി. ഒന്നാം ദിവസം യജ്ഞശാലയിൽ മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. യജ്ഞാചാര്യൻ സ്വാമി സന്മയാനന്ദ സരസ്വതി, പെരുമനത്ത് നാരായണൻ നമ്പൂതിരി എന്നിവർ നേതൃത്വം നൽകി. ഓഗസ്റ്റ് 4 വരെയാണ് കോടിയർച്ചന. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 9,110 രൂപ, പവന് 72,880 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 123 രൂപ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.